നേപ്പാളിലേക്കാണ് ഇനി പോകുന്നത്. അഴിമതിക്കും അനീതിക്കുമെതിരെ പോരാടി ഇംപീച്ച്മെന്റ് വരെ നേരിട്ട ആളാണിപ്പോൾ സുശീല കർക്കി എന്ന നേപ്പാളി ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ പ്രക്ഷോഭം കെട്ടടങ്ങിയിരിക്കുകയാണ്. പ്രക്ഷോഭത്തിൽ 51 പേർ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം. എന്തായാലും അവസാനം വരെയും സുശീല കർക്കി തന്നെ ആകണോ എന്ന കാര്യത്തിലൊക്കെ ചില തർക്കങ്ങൾ നടന്നു. തർക്കങ്ങൾക്കൊടുവിൽ ഇന്നലെ രാത്രി 9 മണിക്ക് നേപ്പാളിലെ പ്രധാനമന്ത്രിയായിട്ട് സുശീല കർക്കി സത്യപ്രതിജ്ഞ ചെയ്തു. PP ജെയിംസ് ഈ വാർത്തയെക്കുറിച്ചാണ് കൂടുതൽ പ്രതികരിക്കുന്നത്. PP ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഈ സുശീല കർക്കിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ലോക ജനാധിപത്യത്തിൽ തന്നെ പുതിയ മാറ്റത്തിന്റെ ഒരു ചെറിയ സൂചനകൾ ഈ നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി വരുമ്പോൾ കാണുന്നുണ്ട്. സുശീല കർക്കി അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 2016 ആണ് അവരെ ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുത്തത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഒലി, അദ്ദേഹം 4 തവണ പ്രധാനമന്ത്രിയായി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവരുടെ പേര് മുന്നോട്ട് വെച്ചത്. പക്ഷെ അവർ ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുഴുവൻ പിടിച്ചു കുലുക്കുന്ന വിറപ്പിക്കുന്ന വിധികളാണ് വന്നത്. അവിടെ അഴിമതി നടത്തിയ പോലീസ് ചീഫിനെ, പോലീസ് അതിനാവിനെ പിരിച്ചുവിട്ടു കോടതി. അങ്ങനെ പ്രശ്നങ്ങളായി. രാഷ്ട്രീയ നേതൃത്വത്തിന് തലവേദനയായപ്പോൾ അവരെ ഇംപീച്ച് ചെയ്യാൻ ഈ അവിടുത്തെ നേപ്പാളിലെ സർക്കാർ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി. ഇത്രയും നീതിബോധത്തോടെ പെരുമാറുന്ന ഒരു വനിതാ ചീഫ് ജസ്റ്റിസിനെ പുറത്തു കളയാൻ പറ്റില്ല എന്ന് ജനരോഷം ആളിക്കത്തിയപ്പോൾ അവരെ ഇംപീച്ച് ചെയ്യുന്ന നടപടികളിൽ നിന്ന് നേപ്പാളി സർക്കാരിന് 2017 പിന്നോട്ട് പോകേണ്ടി വന്നു. 65 വയസ്സിൽ അവർ റിട്ടയർ ചെയ്യുന്നത് വരെ അവർ ആ സ്ഥാനത്ത് തുടർന്നു. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, SK അറിയാലോ, ജനറേഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ചെറുപ്പക്കാർ പോലും 73 വയസ്സുള്ള സുശീല കർക്കിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പ്രസിഡന്റിനോടും സൈനിക മേധാവിയോടും ആവശ്യപ്പെട്ടെങ്കിൽ അത്രമാത്രം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയായിരുന്നു നേപ്പാളി ഭരണം. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അവരുടെ ബന്ധുക്കളും 100 കണക്കിന് കോടി അടിച്ചു മാറ്റുകയും അവരുടെ മക്കളൊക്കെ വലിയ വലിയ കാറുകളിലും വലിയ വാഹനങ്ങളിലും വീടുകളും ദൂർത്തൊക്കെ ആയിട്ട് നടക്കുകയും പാവപ്പെട്ടവരായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ പട്ടിണി കിടക്കുകയും അവർക്ക് പഠിക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത അവസ്ഥ വരികയും ചെയ്തപ്പോൾ ജനരോഷം ആളിക്കത്തുകയായിരുന്നു. അതിനിടയിലാണ് ഇവർക്കെതിരെ വിമർശനം തടയാൻ വേണ്ടി 26 സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. അത് ചെറുപ്പക്കാരെ, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 13-14 വയസ്സുള്ള കുട്ടികൾ മുതൽ വലിയ ഒരു നിര തന്നെ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു. 51 പേർ കൊല്ലപ്പെട്ടതാണ് അവസാനം വന്നിട്ടുള്ള കണക്ക്. എന്തായാലും അവിടുത്തെ പ്രസിഡന്റ് രാമചന്ദ്ര പൗതാലിനെ പറയേണ്ടി വന്നു സുശീല കർക്കി തന്നെ ആവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നിലവിൽ KP ശർമ്മ ഒലി പ്രധാനമന്ത്രി ഒളിവിലാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വീടുകൾ, മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെ ഒക്കെ വീടുകൾ തീവച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഇന്ത്യയായിട്ട് വലിയ അടുപ്പമുള്ള പഴയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രചണ്ഡ എന്ന് പറയുമ്പോൾ തന്നെ വലിയ പ്രചണ്ഡ രീതിയിൽ വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ റിയൽ പേര് പുഷ്പ കമൽ എന്നാണ്. അദ്ദേഹത്തിന്റെ വീട് പോലും തീവച്ച് കളഞ്ഞു. അപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ നേപ്പാളിൽ വലിയ ഒരു തേരോട്ടവും വലിയ രക്തരൂക്ഷിതെന്ന് പറയുന്നില്ല, 51 പേർ കൊല്ലപ്പെട്ടു എന്ന് ശരിയാണ്, വലിയ വിപ്ലവമാണ് നടന്നിരിക്കുന്നത്. ഇത് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക്, ജനാധിപത്യ രാജ്യങ്ങൾക്ക് വലിയ ഒരു മുന്നറിയിപ്പാണ്. ശ്രീലങ്കയിൽ നടന്നു, ബംഗ്ലാദേശിൽ നടന്നു. ശ്രീലങ്കൻ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഓടി ഒളിക്കേണ്ടി വന്നു. രാജ്യം വിട്ടോടി രാജപാക്സമാർ. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. ഇത്തവണ ഇന്ത്യ വളരെ തന്ത്രപരമായാണ് പെരുമാറിയത്. അവിടെ ആരെയും ഒന്നും പറയാതെ ഇന്ത്യ കരുതലോടെയാണ് പ്രതികരിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയവരെയും തള്ളിപ്പറഞ്ഞില്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്ന സുശീല കർക്കിയെ ഇന്ത്യ എതിരേറ്റു. എന്നാൽ പഴയതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം നേപ്പാളുമായിട്ടുള്ള ബന്ധം കളയാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. ഇന്ത്യയുടെ ബോർഡറാണ് 1751 കിലോമീറ്ററാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ ബോർഡർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നേപ്പാളിലെ സംഭവവാസങ്ങൾ ഇന്ത്യയെ വല്ലാതെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീലങ്കയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് ചെറിയ ക്ഷീണങ്ങൾ പറ്റിയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരിത് പറ്റിയത് ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്ത് ഇന്ത്യക്ക് വലിയ ക്ഷീണമായി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് SKN ഇതിനെ കാണേണ്ടത്. നേപ്പാളിലെ സംഭവവാസങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയും നൽകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.